പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് സർക്കാർ അംഗീകാരമുള്ള മദ്രസകളിൽ ഉൾപ്പെടെ ഇനി മുതൽ ഒരു പ്രത്യേക ഗീതം ഉയർന്നു കേൾക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരമാണ് ഇനി മുതൽ ബംഗാളിലെ എല്ലാ സ്കൂളുകളിലും മദ്രസകളിലും നിർബന്ധമാക്കാൻ പോകുന്നത്. ഇനി മുതൽ രാവിലെ കുട്ടികൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ നിർബന്ധമായും വന്ദേ മാതരം പാടിയിരിക്കണമെന്ന് പശ്ചിമ ബംഗാൾ വിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. നമുക്കറിയാം, ബംഗാളിൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ സർക്കാരല്ല, മറിച്ച് പുതിയ സുവേന്ദു അധികാരി നയിക്കുന്ന BJP സർക്കാരാണല്ലോ ഭരണത്തിലുള്ളത്. ഭരണമാറ്റം ഉണ്ടായപ്പോൾ തന്നെ പുതിയ സർക്കാർ അവരുടെ നയങ്ങൾ വളരെ കൃത്യമായി അതിവേഗം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തീരുമാനം. ഇതൊരു സുപ്രഭാതത്തിൽ അങ്ങ് പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. രാഷ്ട്രീയ ഭേദമന്യേ ഗാന്ധിയും സവർക്കറും നേതാജിയും ഭഗത് സിംഗും ഒക്കെ മന്ത്രം പോലെ നെഞ്ചിലേറ്റിയിരുന്ന വന്ദേ മാതരം എന്ന ഗാനം ഉണ്ടായിട്ട് ഇപ്പോൾ 150 വർഷം തികയുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നിർദ്ദേശം ഇറക്കിയിരുന്നു. വന്ദേ മാതരം എല്ലാ സ്കൂളുകളിലും പാടണമെന്ന്. എന്നാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മമതാ സർക്കാർ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ BJP സർക്കാർ വന്നതോടെ ആ കേന്ദ്ര നിർദ്ദേശം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, പിന്നെ സർക്കാരിന്റെ അംഗീകാരമുള്ള എല്ലാ മദ്രസകൾക്കും ഈ പുതിയ നിയമം ബാധകമാണ്. ഇവിടെയാണ് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. ഈ പുതിയ ഉത്തരവ് വന്നതോടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും ശരിക്കും ഒന്ന് കുഴഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മമത ഭരണത്തിലിരുന്ന സമയത്ത് ബംഗ്ലാർ മാട്ടി ബംഗ്ലാർ ജൽ എന്നൊരു സംസ്ഥാന ഗാനം അസംബ്ലിയിൽ നിർബന്ധമാക്കിയിരുന്നു. ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നപ്പോൾ അതിൽ ഈ പഴയ സംസ്ഥാന ഗാനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അത് പാടണമെന്നോ പാടരുതെന്നോ പറഞ്ഞിട്ടില്ല. ഇതോടെ അധ്യാപകർ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇനിയിപ്പോ ഈ 3 പാട്ടും കുട്ടികളെ കൊണ്ട് പാടിക്കണോ എന്നാണ് അവരുടെ സംശയം. ആദ്യം ദേശീയ ഗാനം പാടണം, അതെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ പുതിയ ഉത്തരവ് പ്രകാരം വന്ദേ മാതരം പാടണം. അതും കഴിഞ്ഞ് പഴയ സംസ്ഥാന ഗാനം കൂടെ പാടാൻ നിന്നാൽ പിള്ളേർ അസംബ്ലിയിൽ നിന്ന് തന്നെ വേർക്കുമെന്ന് മാത്രമല്ല ക്ലാസ് തുടങ്ങാൻ ഒരുപാട് വൈകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചില സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. പഴയ പാട്ടിന്റെ കാര്യം ഉത്തരവിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വന്ദേ മാതരവും ദേശീയ ഗാനവും മാത്രമേ പാടിക്കുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കൊൽക്കത്തയിലെ പല പ്രമുഖ സ്കൂളുകളും കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ഈ പുതിയ രീതി തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബംഗാളിലെ രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായും മാറി തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ആ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഇമ്പാക്ട് അവിടെ കണ്ടു തുടങ്ങി. മുൻപ് ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുവെന്ന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട അതേ ബംഗാളിലാണ് ഇപ്പോൾ മദ്രസകളിൽ ഉൾപ്പെടെ വന്ദേ മാതരം നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട്. അന്ന് ഈ വന്ദേ മാതരം പാടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, ജിന്നയുടെ മുസ്ലിം ലീഗ്, അവരുടെ ഷെയറും വാങ്ങി അവർ ഇന്ത്യയെ വിഭജിച്ച് ഒരു പ്രത്യേക രാജ്യമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ബാക്കിയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ബൗദ്ധർക്കും ജൈനർക്കും സിഖുകാർക്കും ഇനി മതമില്ലാത്തവർക്കും ഭാരതത്തെ മാതാവായി സങ്കല്പിക്കുന്ന ഈ ഗാനത്തോട് യാതൊരു എതിർപ്പും തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ ശക്തിയുടെ പര്യായമായ ദുർഗയായും ജ്ഞാനത്തിന്റെ ഉറവിടമായ സരസ്വതിയായും സകല ഐശ്വര്യങ്ങളും നൽകുന്ന ലക്ഷ്മിയായും കണ്ട് ആദരിക്കുന്നതിൽ ആർക്കും യാതൊരു കുറച്ചിലും തോന്നേണ്ട കാര്യമില്ല. കാരണം ഹിന്ദു എന്നതൊരു മതം എന്നതിലുപരി ഈ മണ്ണിന്റെ വലിയൊരു സംസ്കാരം കൂടിയാണ്. നമ്മുടെ രാജ്യം തന്നെയാണ് ആ സംസ്കാരത്തിന്റെ ജന്മഭൂമിയും. നമ്മളത് ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരാണത് ചെയ്യുക? ഗ്രീസും ഇസ്രയേലും ജപ്പാനും ഒക്കെ അവരുടെ തനതായ സാംസ്കാരിക മൂല്യങ്ങളും സങ്കല്പങ്ങളും അവരുടെ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും ഒക്കെ അഭിമാനത്തോടെ ഉൾച്ചേർത്ത് ആചരിക്കുന്നത് പോലെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ആചരിക്കാൻ നമുക്ക് പൂർണ്ണ അവകാശമുണ്ട്. മറ്റെന്തിനെങ്കിലും വേണ്ടി സ്വന്തം സംസ്കാരത്തിനെ തമസ്കരിക്കേണ്ട, ത്യജിക്കേണ്ട ഒരു ഗതികേടും ഇനി നമുക്ക് ഉണ്ടാകരുത്. മിസ്റ്റർ ചുസ്കി.